ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോണത്. ഫിസിക്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 29ാമത്തെ ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്ലിക്കേഷൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസ്. അപ്ലിക്കേഷൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയണത് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. അപ്പോൾ ആംപ്ലിഫയർ എന്താണെന്ന് അറിയാം അല്ലേ? നമുക്ക് എന്താണ് വരുന്ന ശബ്ദത്തിനെ കൂടുതൽ ഉച്ചത്തിൽ കേൾപ്പിക്കുന്നതാണ് എന്ത് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മൈക്രോഫോണിന് മുന്നിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് അവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന വോൾട്ടേജ് സിഗ്നൽ ഒരു വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് വീക്ക് സിഗ്നൽസ് ആയിരിക്കും, കാരണം നമ്മൾ അത്ര ശബ്ദത്തിലല്ലേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്നതിന് ലൗഡ് സ്പീക്കറിന് ഈ ശബ്ദം പുനർനിർമ്മിക്കാനായിട്ട് പറ്റില്ല. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മൈക്ക് അവിടെ വെച്ച് ലൗഡ് സ്പീക്കർ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാക്കുന്നുള്ളൂ. ആ വോൾട്ടേജിനെ നോർമൽ കേസിൽ എന്ത് ചെയ്യാൻ പറ്റണില്ല, ലൗഡ് സ്പീക്കറിന് ഉച്ചത്തിൽ പുറത്തേക്ക് കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ആ സമയത്താണ് നമുക്കൊരു ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു ഡിവൈസിൻ്റെ ആവശ്യം വരുന്നത്. ഈ ആംപ്ലിഫയർ എന്താ ചെയ്യുക, നമ്മൾ ഈ ചെറിയ ഇൻറ്റൻസിറ്റിയിൽ കൊടുത്താൽ അവിടെ ഉണ്ടായിട്ടുള്ള ചെറിയ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് ലൗഡ് സ്പീക്കറിന് കൊടുക്കുമ്പോൾ എന്താണ് അത് നല്ല ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഇൻറ്റൻസിറ്റിയിൽ അതിന് ഒരു വലിയ ഇൻപുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആംപ്ലിഫയർ സഹായിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുക, വോൾട്ടേജ് ഗെയിൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും വരുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് എന്ത് പറയുക, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നോക്കാനുണ്ട്. എ വി ഈസ് ഈക്വൽ ടു ആംപ്ലിഫയറിൻ്റെ കേസാണ്. എ വി ഈസ് ഈക്വൽ ടു V0/Vi. ഇനി എ ഐ അതായത് കറണ്ട് ഗെയിൻ ഈസ് ഈക്വൽ ടു I0/Ii. പവർ ഗെയിൻ AP ഈസ് ഈക്വൽ ടു P0/Pi. അപ്പോൾ ഒന്നുമില്ല, ആംപ്ലിഫയർ ചെയ്യണത് ചെറിയ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ശബ്ദത്തിനനുസരിച്ചുണ്ടാകുന്ന ചെറിയ വോൾട്ടേജിന് എന്ത് ചെയ്യാണ്, അതിനെ ഒരുപാട് വലിയ ഔട്ട്പുട്ടായിട്ട് വലിയ വോൾട്ടേജ് ആക്കിയിട്ട് ലൗഡ് സ്പീക്കറിന് കൊടുത്ത് വലിയ ശബ്ദത്തിൽ അത് കേൾക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഒരു കേസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വൈ ട്രാൻസിസ്റ്റർ ഹാസ് ടു ബി ബയാസ്ഡ് ഫോർ യൂസിങ് ഇറ്റ് ആസ് ആൻ ആംപ്ലിഫയർ. എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്ററെ നമ്മൾ ബയാസ് ചെയ്ത ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണത്? അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബൈപോളാർ ഡിവൈസാണ്. ബൈപോളാറൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബൈപോളാർ ഡിവൈസാണ്. അത് എമിറ്ററിലും കളക്ടറിലുമുള്ള കറണ്ട് ബേസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ട്രാൻസിസ്റ്റർ എന്നുള്ളത് അവിടെ ആംപ്ലിഫയർ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇവിടെ ചാർജ് കാരിയേഴ്സിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് എമിറ്റർ ബേസിനും കളക്ടർ ബേസിനും ഇടയിലുള്ള ആ ഒരു ബയാസിങ് വഴിയാണ് പോകുന്നത്. അതായത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ്, ഇവിടെ എന്താണ്, ഇവരൊരു ബൈപോളാർ ഡിവൈസാണ്. എമിറ്റർ ബേസും ഉണ്ട്, കളക്ടർ ബേസും ഉണ്ട്. ചാർജ് പോണത് എമിറ്റർ ബേസിൽ നിന്ന് കളക്ടർ ബേസിലേക്കുള്ള ബയാസിങ് വഴിയാണ്. ഇനി ട്രാൻസിസ്റ്ററിന് പ്രധാനമായിട്ടും 3 റീജിയൻസ് ആണുള്ളത്. കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് ലീനിയർ റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ട്രാൻസിസ്റ്ററിന് 3 റീജിയൻസ് ഉണ്ട്. കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് ലീനിയർ റീജിയൻ, അതുപോലെ തന്നെ സാച്ചുറേഷൻ റീജിയൻ. ഇതിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയി ഉപയോഗിക്കുന്നത് ലീനിയർ ആക്റ്റീവ് റീജിയനിലായിരിക്കും. ലീനിയർ ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ എന്തായിട്ട് ഉപയോഗിക്കുക, ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുക. ഇനി ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോയിസ് ഉണ്ടല്ലോ, ആ ഇൻപുട്ട് സിഗ്നൽ അതൊരു പ്രത്യേക പരിധിയിൽ അല്ലെങ്കിൽ എന്താണ് അതിനൊരു പരിധിയിൽ മാത്രമാണ് നമ്മൾ അവിടെ സൗണ്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക പതർച്ച പോലെ വരില്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പരിധിയിൽ നമ്മളവിടെ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടുന്നത്.
അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആംപ്ലിഫയർ സർക്യൂട്ടിലുള്ള ലോഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ കളക്ടർ കറണ്ട് കുറയാനായിട്ട് തുടങ്ങും. എമിറ്ററും കളക്ടർ ഉണ്ടല്ലോ, അപ്പോൾ കളക്ടർ കറണ്ട് അവിടെ കുറയാനായിട്ട് തുടങ്ങും. കളക്ടർ കറണ്ട് കുറയുമ്പോൾ എന്താണ്, കറണ്ട് ഗെയിൻ അവിടെ കുറയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു പരിധിയിൽ വെച്ച് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല. ഒരു പരിധിയിൽ കൂടുതൽ ഇൻപുട്ട് അവിടെ കൊടുക്കാനായിട്ട് പാടില്ല. ഇനിയാണ് നമ്മൾ ഗേറ്റുകൾ. ഗേറ്റുകൾ എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് നമുക്ക് 3 ഗേറ്റാണുള്ളത്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടാം. അതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് കൊടുക്കുകയാണ്, അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. 2 ഇൻപുട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഒരു ഇൻപുട്ടും കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ടും കിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ 2 ഇൻപുട്ടുകളാണ്, ഒന്നുകിൽ എ കൊടുത്തു അല്ലെങ്കിൽ ബി കൊടുത്തു, അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഇവിടെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ കയ്യിലുള്ള 2 ഇൻപുട്ടുകൾ നമ്മൾ ഒരുമിച്ച് കൊടുത്താൽ മാത്രമാണ് ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇനി ഓർ ഗേറ്റ് ആണെങ്കിലോ, ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ പോലും നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഒരു ഇൻപുട്ടും കൊടുത്തില്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടും കിട്ടില്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയോ ബിയോ കൊടുത്തു, അപ്പോൾ എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. 2 ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. മറ്റേതുപോലെയല്ല, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് പോലെയാണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും, ഇൻപുട്ട് കൊടുത്താലോ ഔട്ട്പുട്ട് കിട്ടില്ല. ഇനി ഈ 3 എണ്ണത്തിന് സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വേറെ ഗേറ്റുകളുള്ളത്. അതാണ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടിയുള്ള മിക്സാണ്. നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റും നോട്ട് ഗേറ്റും കൂടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നാൻഡിൽ വരിക. കാരണം അവിടെ നോട്ട് ഗേറ്റിന് കൂടി കോമ്പിനേഷൻ ഉണ്ട്. നോർ ഗേറ്റ് ആണെങ്കിലോ ഓറിൽ സംഭവിക്കണതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് വരച്ച് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഗേറ്റുകളാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. പടം വരച്ചത് കാണിച്ചു തരാം, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. അപ്പോൾ ആംപ്ലിഫയറിലെ വോൾട്ടേജ് ഗെയിനാണ് ABC = V0/Vi. കറൻറ്റ് ഗെയിനാണ് AI, കറൻറ്റ് ഈസ് ഈക്വൽ ടു I0/II. പവർ ഗെയിനാണ് APC = PO/PI. അപ്പോൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്താ പറയുക, കൂടുതൽ ആംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്നും കൂടിയും ഒരു ഇതിലാക്കി കൊടുക്കുന്ന സൗണ്ടുകളെ കൊടുക്കുന്നതാണ് ആംപ്ലിഫയർ. അപ്പോൾ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ AB എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ഉണ്ടാവും, Y എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Aയും Bയും കൂടിയിട്ട് എന്ത് വേണം, ഇൻപുട്ട് കൊടുത്താലാണ് Y എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വരുള്ളൂ. ഇപ്പോൾ 2ലും ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഒരെണ്ണത്തിൽ മാത്രം ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് ഉണ്ടാവില്ല. 2ലും ഇൻപുട്ട് കൊടുത്താലാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. ഇനി ഓർ ഗേറ്റ് ആകുമ്പോൾ നോക്കിയാൽ ഇതേപോലെ തന്നെ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒന്നിൽ കൊടുത്താലും എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. 2ലും കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. 2ൽ കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടും. നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട്, ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട് ഗേറ്റുകൾ. നമ്മുടെ ബേസിക് ഗേറ്റുകളുടെ കോമ്പിനേഷനാണ്. അതിലൊന്ന് നാൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും, ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ് നാൻഡ് ഗേറ്റ് വരുന്നത്. 2 ഇൻപുട്ട് കൊടുത്തു, അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഫോം വരിക. അപ്പോൾ നോക്കിയേ, ആൻഡ് ഗേറ്റുള്ള പോലെ നമ്മൾ എന്ത് ചെയ്തു, 2ലും ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ നാൻഡ് ഗേറ്റ് ആകുമ്പോൾ, കാരണം അവിടെ നോട്ട് ഗേറ്റിൻ്റെ കോമ്പിനേഷനും കൂടെ വരുന്നത് കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ നടക്കുക, ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഏതെങ്കിലും ഒന്നിന് ഇൻപുട്ട് കൊടുത്താലും ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് ഇല്ല.
അപ്പോൾ നാൻഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഔട്ട്പുട്ട് ഉണ്ട്. ഇനി രണ്ടിലും ഇൻപുട്ട് കൊടുത്താലാണ് ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നാൻഡ് ഗേറ്റിൽ എന്താണ്, ഔട്ട്പുട്ട് ഇല്ല. കാരണം ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. കാരണം അവിടെ നോട്ട് ഗേറ്റും കൂടി കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് നാൻഡ് ഗേറ്റിൻ്റെ യൂണിവേഴ്സൽ ഗേറ്റ് എന്നും കൂടെ പറയും. ഇത് കോമ്പിനേഷനാണ് നോർ ഗേറ്റ്. അത് ഓർ ഗേറ്റിൻ്റെയും നോട്ട് ഗേറ്റിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ ഗേറ്റിൽ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ്. കാരണം നോട്ട് ഗേറ്റ് ഉള്ള കാരണം. ഓർ ഗേറ്റിൽ എങ്ങനെയായിരുന്നു, രണ്ടിൽ ഔട്ട്പുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നിൽ ഔട്ട്പുട്ട് കൊടുത്താൽ മാത്രമാണ് അവിടെ ഔട്ട്പുട്ട് ഉള്ളൂ. രണ്ടിലും കൊടുത്താലും ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കിയാൽ രണ്ടിലും ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇല്ല, ഇവിടെ ഓർ ഗേറ്റിലില്ല. പക്ഷേ നോട്ട് ഗേറ്റിനും കൂടി കോമ്പിനേഷൻ ഉള്ള കാരണം നോർ ഗേറ്റിൽ എന്താണ്, ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഏതെങ്കിലും ഒന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ട്, എവിടെ, ഓർ ഗേറ്റിൽ. അപ്പം നോർ ഗേറ്റിൽ എന്താണ്, നോട്ട് ഗേറ്റും കൂടി ഉള്ള കാരണം ഔട്ട്പുട്ട് ഇല്ല. രണ്ടിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ട്, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ ഇതാണ് ഗേറ്റുകളുടെ കോമ്പിനേഷൻസ്. അപ്പോൾ നമ്മൾ ബേസിക് ഗേറ്റുകളും അതിൻ്റെ കോമ്പിനേഷൻ ഗേറ്റുകളും നോക്കിയിട്ട് പഠിക്കാം.